വിളിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 11-ാമത്തെ തിരുവചനം. ഞാൻ നല്ല ഇടയനാണ്. ദൈവമക്കളെ, ബൈബിളിൽ കാണുന്ന ദൈവത്തിന്റെ ഒരു മുഖമാണ് ഇടയന്റെ മുഖം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ നല്ല ഇടയൻ. ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്. ആട് തിരുവചനം പറയുക, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ രഹസ്യം മുഴുവൻ ഈ തിരുവചനത്തിൽ വെളിപ്പെടുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി. ആടിനെ കൊന്നു തിന്നുന്നവനല്ല നല്ല ഇടയൻ, ആടുകൾക്ക് വേണ്ടി വധിക്കപ്പെടുന്നവനാണ് നല്ല ഇടയൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല മതങ്ങളിലും ദൈവത്തിന് നൈവേദ്യം കൊടുക്കുമ്പോൾ ദൈവം നൈവേദ്യമായി മാറുന്ന മതത്തിന്റെ പേരാ ക്രിസ്ത്യാനിറ്റി. എല്ലാ മതങ്ങളിലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ബലികൾ അർപ്പിക്കപ്പെടുമ്പോൾ ഇതാ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ബലിയായി മാറുന്ന ഒരു ദൈവാനുഭവത്തിന്റെ പേരാണ് ക്രിസ്ത്യാനിറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് വേണ്ടി എന്റെ ദൈവം ബലിയായി മാറുന്നു. ദൈവത്തോളം ഉന്നതമായിട്ടുള്ള ആ ഉന്നതനായ ദൈവം എന്റെ പാപങ്ങൾക്കും എന്റെ ജീവിതത്തിനുമൊക്കെ പരിഹാരമായിട്ട് ബലിയായിട്ട് മാറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി എന്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ. നമ്മൾ കണ്ടിട്ടില്ലേ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നത്? ബ്ലഡ് കുറവാണ്, ഒരു സർജറിക്ക് വേണ്ടി രക്തം കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ ഒരു കിഡ്നി മുറിച്ച് നൽകുന്നവര്, അല്ലെ ലിവർ മുറിച്ച് നൽകുന്നവരൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? തമ്പുരാൻ പറയാ, എന്റെ ജീവൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴുക്കി തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടയൻ ആടുകൾ നമ്മളെ വീണ്ടെടുക്കാനായി. പിശാച് വില കൊടുത്ത് വാങ്ങിച്ചവരാണ് നമ്മൾ. പിശാച് വില കൊടുത്ത് വാങ്ങിച്ചത് കൊണ്ടാണ് പാപത്തിലേക്ക് നമ്മൾ വീഴുന്നത്. പിശാച് വില കൊടുത്ത് വാങ്ങിച്ചത് കൊണ്ടാണ് നമ്മൾ തിന്മയിലേക്ക് വീഴുന്നത്. നമ്മളെ ജീവനിലേക്ക്, രക്ഷയിലേക്ക്, നന്മയിലേക്ക് ഇതാ തമ്പുരാൻ നടത്തുക. ഹല്ലേലൂയ, വലതുകരമുയർത്തി ഹല്ലേലൂയ, വലതുകരമുയർത്തി ഹല്ലേലൂയ, വലതുകരമുയർത്തി ഹല്ലേലൂയ. ദൈവത്തിന്റെ ബലി, ദൈവത്തിന്റെ ബലിയുടെ ഓർമ്മയാണ് നല്ല ഇടയൻ. എത്ര വലിയൊരു ധൈര്യം! നിന്റെ വില ഇത് ദൈവം ലേഖനമൊക്കെ പറയുന്നില്ലേ? മനുഷ്യന് എനിക്ക് വേണ്ടിയിട്ട് എന്നെ വീണ്ടെടുക്കുവാനായിട്ട്, എന്നെ സ്വർഗ്ഗത്തിന് അവകാശിയാക്കി മാറ്റുവാനായിട്ട് ദൈവം തന്നെ വില കൊടുത്തതിന്റെ പേരാണ് പരിശുദ്ധ കുർബാന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെന്നായി ആക്രമിക്കാൻ വരുമ്പോൾ ഓടിപ്പോകുന്നവന് ഒരു കൂലിക്കാരൻ എന്ന. ആടുകളുടെ ഉടമ ഈ ആടുകളുടെ മുമ്പിൽ കയറി നിൽക്കും. എന്റെ ആടുകൾക്ക് സംരക്ഷണമായി മാറാനുള്ളവനാണ് ഞാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പറഞ്ഞു, കർത്താവേ നമുക്ക് വേണ്ട, നമുക്ക് ജെറുസലേമിലേക്ക് പോകണ്ട. ഈശോ പറഞ്ഞു, സാത്താനെ പിറകോട്ട് മാറ്, സാത്താനെ പിറകോട്ട് മാറ്. എൻ്റെ ആടുകളുടെ കാവൽക്കാരനായി, എൻ്റെ ആടുകളുടെ നല്ല ഇടയനായിട്ട് മാറുവാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനെ മുറിവേറ്റവനാണ് ഇടയൻ, മുറിവേറ്റവനായ ഇടയൻ, മുറിവ് പറ്റിയവനാണ് ഇടയൻ. എ wounded shepherd, എ wounded shepherd. മുറിവേറ്റ ഇടയൻ. നമുക്കറിയാം, ഇടയൻ ആടുകളുമായിട്ട് നടക്കുന്നവന്റെ ദേഹത്ത് മാത്രം മുറിവുകൾ കാണുമ്പോൾ നല്ല ഇടയന്റെ അടയാളമാണ് മുറിവുകള്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ യുദ്ധിതനായ മിശിഹ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് തന്റെ മുറിവുകൾ കാണിക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി മുറിവേറ്റ ദൈവമാണ് എന്റെ നല്ല ഇടയൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കഥയുടെ മുമ്പിലല്ല നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളൊരു കഥ കേട്ടുകൊണ്ട്, ചിലരുടെ ഇരിപ്പ് കണ്ട കഥ കേട്ടുകൊണ്ടിരിക്കുവാന്ന് തോന്നുന്നു എനിക്ക്. നിങ്ങളൊരു കഥ കേട്ടുകൊണ്ടിരിക്കുക അല്ല കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ.
നിന്റെ ജീവന് വേണ്ടി സ്വന്തം ജീവൻ നൽകിയ, നിനക്ക് മുറിവേൽക്കാതിരിക്കാൻ വേണ്ടി സ്വയമായിട്ട് മുറിവേറ്റ ഒരു പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരമേർത്തി ഹല്ലേലൂയ. വലതുകരമേർത്തി ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ ക്യാൻസർ രോഗം എങ്ങനെ മാറിയെന്നറിയാവോ? എന്റെ നടുവ് എങ്ങനെ സുഖപ്പെട്ടതെന്നറിയാവോ? എന്റെ ഹൃദയരോഗം എങ്ങനെയാ മാറിയതെന്നറിയാവോ? അവൻ നിനക്ക് വേണ്ടി മുറിവുകളേറ്റപ്പോ അവന്റെ മുറിവിൽ നിന്നും ഒറ്റ വീണ ചോരത്തുള്ളികള് നിന്റെ സൗഖ്യമായിട്ട് മാറി. ഹല്ലേലൂയ. നീ എങ്ങനെ ബഹുമാനിതനായത്? നീ എങ്ങനെ അഭിമാനിതനായത്? നീ എങ്ങനെ ആദരിക്കപ്പെട്ടത്? അവൻ അവഗണിക്കപ്പെട്ടപ്പോ, അവൻ നാണം കെട്ടപ്പോ, അവൻ അപമാനിതനായപ്പോ നിന്നെ അവിടുന്ന് ഉയർത്തുകയായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹത്തിന്റെ കഥയാ മക്കളെ. മുങ്ങുന്നതാ ദൈവസ്നേഹത്തിന്റെ കഥ. താന്നു കൊടുക്കുന്നതാ ദൈവസ്നേഹത്തിന്റെ കഥ. നേടുന്നതും സ്വരുക്കൂട്ടുന്നതുമല്ല, വിട്ടുകൊടുത്ത് അവസാനം ഇരുകരങ്ങളും വിരിച്ചു പിടിച്ച് കാൽവരി കുരിശിൽ കിടക്കുമ്പോൾ അവന്റെ സ്നേഹത്തിന്റെ കഥയവൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ ഇരുകരങ്ങളും ഇങ്ങനെ വിരിച്ചു പിടിക്കുമ്പോ അവൻ പറയുന്നത് സ്നേഹത്തിന്റെ കഥയാ. കയ്യിലൊന്നുമില്ലാത്തവൻ എല്ലാവരെയും വാരി പുണരുവാനായിട്ട് കയ്യിലുള്ളതെല്ലാം താഴെയിട്ട് കളഞ്ഞവന്റെ കഥയാണ് ക്രൂശിതന്റെ കഥ. ഹല്ലേലൂയ. ഇടയന് മുറിവുകൾ ഉണ്ടെന്ന് ധ്യാനിച്ചിട്ടുണ്ടോ നിങ്ങൾ? നല്ല ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുന്ന നല്ല ഇടയന്റെ കുക്ഷപ്പേടിലൊക്കെ പടം വലിച്ച് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ വലിയ സങ്കടം തോന്നാറുണ്ട്. ഇപ്പൊ നല്ല സങ്കടമുണ്ട്. ആടിനെയൊക്കെ എടുത്ത് വെച്ച് നല്ല കൊഴുത്തൊരിടയനല്ല മക്കളെ. ഒരു ദേശം നമുക്കറിയാം ഇടയന്റെ കഥയൊക്കെ. പട്ടിണി കിടന്ന് ആടുകളുടെ പിന്നാലെ നടന്ന് ആടുകൾക്ക് വേണ്ട സംരക്ഷണമൊക്കെ കിടന്ന് ഊണും ഉറക്കവുമില്ലാതെ ആടുകളുടെ പിന്നാലെ നടന്ന് കറുത്ത് കരിവാളിച്ച മുഖവുമായിട്ട് നിൽക്കുന്നവൻ, ശരീരം മുഴുവൻ മുറിവേറ്റവൻ, വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ടവൻ. നല്ല ഇടയനാകുന്നു എന്നൊക്കെ പറയുമ്പോഴ് ചങ്കിലെ മുറിവിൽ നിന്നൊഴുകുന്ന ചോരയെ പറ്റി, അവന്റെ തിരുവിലാവിൽ നിന്നും ഒഴുകുന്ന ചോരയെ പറ്റിയുള്ള ഉണ്ടെങ്കിൽ ഈ നല്ല ഇടയൻ ആരാന്ന് നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനും. ദൈവങ്ങളെ, ഈ കൂടാരത്തിന് എന്റെ സ്വന്തമാണെന്ന് വിചാരിച്ച ശുശ്രൂഷകര് ഈ കൂടാരത്തിന് വേണ്ടി ചാകും. ഈ ശുശ്രൂഷ എന്റെ ശുശ്രൂഷ, അതുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചാകും. ഇതെന്റെ ശുശ്രൂഷയാ, കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയാ. ചാകും. കൂലിക്കാർക്ക് ചാകേണ്ട കാര്യമൊന്നുമില്ല. കൂലിക്കാര് വന്ന് നോക്കി കൂലി വാങ്ങിച്ചോണ്ട് പോയാ മതി. പക്ഷെ കൂലി വാങ്ങിക്കാത്ത ഒരുത്തനുണ്ട്, ഇതിനു വേണ്ടി ചാകുന്നവൻ, ഇതിനു വേണ്ടി ജീവിക്കുന്നവൻ. ഒരു കുടുംബത്തിനുമില്ല മക്കൾ ഇങ്ങനെ കഥ. ഒരു കുടുംബത്തിനുമില്ല ഒരു നല്ല ഇടയന്റെ കഥ. ഒരപ്പന് പറയാനുണ്ടാവണം ഒരു നല്ല ഇടയന്റെ കഥ. ഒരമ്മയ്ക്ക് പറയാനുണ്ടാവണം ഒരു നല്ല ഇടയന്റെ കഥ. കുടുംബത്തിന് വേണ്ടി മുറിവേറ്റവൻ, കുടുംബത്തിന് വേണ്ടി എല്ലാം നഷ്ടപ്പെട്ടവൻ, ഒരുപക്ഷെ കുടുംബത്തിന് വേണ്ടി വീണ് മരിക്കുന്നവൻ, അവനാണ് നല്ല ഇടയൻ. ഹല്ലേലൂയ. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മ, ഇല്ലാത്ത നോയമ്പൊക്കെ എടുത്ത് നോയമ്പെടുത്ത് മക്കളെ രക്ഷിക്കാൻ വേണ്ടി ത്യാഗമെടുക്കുന്ന ഒരമ്മ, നല്ല ഇടയന്റെ കഥയാ മക്കളെ. നല്ല ഇടയൻ അൾത്താരുടെ മുകളിൽ കയറ്റി വെക്കാനുള്ള അല്ലടാ കൊച്ചേ, നിനക്ക് ദിവസവും ജീവിക്കാനുള്ളതാണ്. ഇത് നിന്റെ സ്വന്തമായി മാറുമ്പോ നീ കൂലിക്കാരനും വേലക്കാരനും അല്ലാതെ ഇടയനും നീ നല്ല കാവൽക്കാരനുമാകുമ്പോ, നമ്മളൊക്കെ ഗതികേടിതാ മക്കളെ. നമ്മളൊക്കെ കൂലിക്കാരാണ്, ആർക്കാണ്ടോ വേണ്ടിയിട്ടാ ഇതൊക്കെ, ആർക്കാണ്ടോ വേണ്ടിയിട്ടാ. പക്ഷെ ഇത് നിന്റെ കാര്യമായിട്ട് മാറുമ്പോ, ഇത് നിന്റെ ജീവനായി മാറും, ഇത് നിന്റെ ജീവിതമായി മാറുമ്പോ, ഇത് നിന്റെ ആത്മാവായി മാറുമ്പോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുടുംബത്തിലൊക്കെ പറയണം, അമ്മമാര് പറയണം, നല്ല ഇടയന്റെ കഥ അത് നിന്റെ കഥയാണ്. ഒരു നല്ല അപ്പന്റെ കഥ അത് നല്ല ഇടയന്റെ കഥയാണ്. നിന്റെ ശരീരത്തിലെ മുറിവുകൾ നീ കാണിച്ചു കൊടുക്കണം നിന്റെ മക്കൾക്ക്. നിന്റെ ശരീരത്തിലെ മുറിവുകള് നിന്റെ കരിവാളിച്ച നിന്റെ മുഖം നിന്റെ മക്കള് കാണുമ്പോൾ അറിയും ഒരു നല്ല ഇടയന്റെ സ്നേഹത്തിന്റെ കഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടയനല്ലാത്തവൻ, ആടുകളെ സ്വന്തം നമുക്ക് അഭിനയിക്കാൻ പറ്റും. ഇടയനായിട്ട് അഭിനയിക്കണം നമുക്ക് പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ
കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. തിരിച്ചറിയാൻ പറ്റും മക്കളെ, നീ അപ്പനാണോ അതോ കൂലിക്കാരനാണോ എന്ന്, നീ അമ്മയാണോ അതോ കൂലിക്കാരിയാണോ, നീ പുരോഹിതനാണോ അതോ കൂലിക്കാരനാണോ എന്ന് നിന്റെ ജീവിതം തന്നെ വിളിച്ചു പറയും പൈതല്. ഒരു നല്ല ഇടയനായിട്ട് രൂപാന്തരപ്പെടുമ്പോ ചോദിച്ചു വാങ്ങിക്കണം മക്കളെ ആ വരം. കർത്താവേ, ഒരു നല്ല ഇടയന്റെ അഭിഷേകം എനിക്ക് തരണമേ എന്ന്. ആടുകൾക്ക് വേണ്ടി മുറിവേൽക്കുന്ന ഒരു നല്ല ഇടയന്റെ അഭിഷേകം എന്റെ കുടുംബത്തിന് വേണ്ടി. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ച് കളയുകയും ചെയ്യുന്നു. ദൈവമക്കളെ, സഭയെ പറ്റി നിങ്ങൾക്ക് വേദന തോന്നിയിട്ടുണ്ടോ? സഭയിൽ ഒരു പ്രതിസന്ധിയൊക്കെ വരുമ്പം ഇതുപോലെ ചെന്നായി വന്ന് വലിച്ചു കയറുന്നുണ്ട് മക്കളെ. ഓരോ പ്രശ്നങ്ങളും പറഞ്ഞ്, ഓരോ പ്രശ്നങ്ങളും പറഞ്ഞ്, ഓരോ പ്രശ്നങ്ങളും സഭയിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇത് ചെന്നായിയുടെ ആക്രമണമാണെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഗ്രൂപ്പ് തിരിഞ്ഞ് മത്സരിച്ച് ഇതാ സഭയെ നശിപ്പിക്കുമ്പോ, വിഭാഗീയത സഭയിൽ ഉണ്ടാക്കുമ്പോ ദൈവമക്കളെ തിരിച്ചറിഞ്ഞു, നീ കൂലിക്കാരൻ മാത്രമാണ്, നീ വെറും കൂലിക്കാരൻ. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ഹോമിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ യു. ഈ ഇടയൻ ആടുകളെ തേടി ഇറങ്ങുന്ന ഇടയനാ മക്കളെ. തമ്പുരാനിതാ എന്നെയും നിങ്ങളെയും ഒക്കെ തേടി ഇറങ്ങിയിരിക്കുക. എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരാട്, ബൈബിളിൽ ഈശോ പറഞ്ഞു വെക്കുന്ന മറ്റൊരു ഉപമയല്ലേ, നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ ഉപമയൊക്കെ. എവിടേക്കൊക്കെയോ കടന്നുപോയ ആടിനെ തേടി ഇറങ്ങുന്നൊരു ഇടയൻ. അവങ്ങളത് ചിന്തിക്കണം, വലിയ നഷ്ടമാണ്. 99 വിട്ടിട്ട് ഒന്നിനെ തേടി പോകുന്ന ഇടയൻ. നമുക്കൊന്നും മനസ്സിലാവില്ലത്. മരുഭൂമി എന്താണെന്ന് നമ്മൾ കണ്ടിട്ടില്ല. മരുഭൂമിയിൽ കൂടെ ഒരു ദിവസം നമ്മൾ നടന്നിട്ടില്ല. അതുകൊണ്ട് ഈ ഉപമയൊന്നും നമുക്ക് പിടികിട്ടില്ല മക്കളെ. നമുക്ക് ഈ ഉപമയൊന്നും പിടികിട്ടില്ല. 4 നേരം ഭക്ഷണം കഴിക്കുന്നവന് ഉപവാസത്തെ പറ്റി പറഞ്ഞ് എന്ത് പിടികിട്ടാണ്? ജീവിതത്തിൻ്റെ സുഖങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവന് ഈ ആട്ടിടേൻ്റെ ഉപമ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ദൈവമക്കളെ, ഒരാടിനെ രക്ഷിക്കണമെങ്കിൽ ആട്ടിടയൻ അലഞ്ഞു നടക്കണം. നിന്റെ കുടുംബത്തെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നീ അലഞ്ഞു നടക്കണം. ഒരു ആത്മീയ അലച്ചിൽ മക്കളെ, ദൈവസന്നിധിയിലുള്ള ഒരു അലച്ചിലുണ്ട്. ഹല്ലേലൂയ. മോശയെ പറ്റിയൊക്കെ പറയുന്നത് അലഞ്ഞു നടന്നവനെന്നല്ലേ. ഒരു അലഞ്ഞു നടന്നവനായിരുന്നു മോശ. അവനെയാണ് കർത്താവ് നല്ല ഇടയനായിട്ട് പിന്നെ തെരഞ്ഞെടുക്കുന്നത്. നിന്റെ ജീവിതത്തിന്റെ അലച്ചിലുകൾ, ആത്മീയ ജീവിതത്തില് നീ രാവും പകലുമില്ലാതെ ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ ഈശോ പ്രാർത്ഥിച്ച് നമ്മളിത് പ്രചരത്തിൽ കണ്ടില്ലേ, ഈശോ രാത്രി മുഴുവൻ ഇത് പ്രാർത്ഥിച്ചതുപോലെ ദൈവസന്നിധിയിൽ ഇരുകരങ്ങൾ ഉയർത്തി നിന്റെ കുടുംബത്തിന്, നിന്റെ മക്കൾക്ക്, നിന്റെ പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ നല്ല ഇടയനായിട്ട് ഈശോയുടെ കഥ പറഞ്ഞു തരികയില്ല. ഈശോ എന്റെയും നിങ്ങളുടെയും കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ കഥ പറഞ്ഞു തരികയല്ല, ഈശോ എന്റെയും നിങ്ങളുടെയും കഥ എഴുതി തരികയാ മക്കളെ. ഒരു നല്ല ഇടയനാകാനുള്ളൊരു വിളി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നല്ല ഇടയനാണ്. പിതാവിനെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ. നോക്കിക്കേ, ഇടയത്വം എവിടുന്ന? നമ്മുടെ അപ്പനാണെന്ന് യഥാർത്ഥ ഇടയൻ, നമ്മുടെ ദൈവമാണെന്ന് യഥാർത്ഥ ഇടയൻ. ഈ പിതാവായ ദൈവത്തെ നീ തിരിച്ചറിയുമ്പോ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പിതാവായ ദൈവമാണ് യഥാർത്ഥ ഇടയൻ. പിതാവായ ദൈവത്തിന്റെ മനസ്സ് നിനക്ക് കിട്ടുമ്പോ, പിതാവായ ദൈവത്തിന്റെ കരൾ നിനക്ക് ലഭിക്കുമ്പോ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം നിന്നിൽ നിറയുമ്പോ, സ്വർഗം നിറച്ചില്ലെങ്കിൽ നമ്മൾ ദരിദ്രരാ മക്കളെ. സ്വർഗം നിറച്ചു തന്നില്ലെങ്കിൽ നമ്മൾ ദരിദ്രരാ. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ യാത്രയുടെ ആരംഭം പിതാവിനെ ഞാൻ അറിയുക. ഇന്ന് കണ്ടില്ലേ ഈശോ ഇങ്ങനെ രാത്രി മുഴുവൻ പിതാവിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നത്. ഞാൻ പിതാവിനെ അറിയുന്നത് പോലെ പിതാവ് എന്നെയും അറിയുന്നു. അതുപോലെ തന്നെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ഒരു വലിയൊരു ആത്മീയ രഹസ്യമാണ്. ഈശോ പിതാവിനെ അറിയുന്നത് പോലെ ഞാൻ ഈശോ അറിയുന്നുണ്ടോ മക്കളെ? തോറ്റുപോയില്ലേ?
ഗ്രൗണ്ടിന് പുറത്ത് കിടന്ന് ഫുട്ബോൾ മത്സരത്തിന് വെളിയിൽ കിടന്ന് ഓടിക്കളിക്കുന്ന എല്ലാവരെയും കണ്ടിട്ടില്ലേ? ഫുട്ബോൾ കോർട്ടിന് വെളിയിൽ കിടന്ന് കളിക്കുന്നവർ, ഞാനും നിങ്ങളും അങ്ങനെയാന്നേ. ഫുട്ബോൾ കോർട്ടിന് വെളിയിൽ കിടന്ന് കളിക്കുന്നവരാണ് നമ്മൾ. അറിയണം പിതാവിനെ. ഞാൻ പിതാവിനെ അറിയുന്നത് പോലെ എൻ്റെ ആടുകൾ എന്നെയും അറിയുന്നു. ദൈവമക്കളെ, ഈശോ പറയുന്നു, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രൻ്റെ ആനന്ദത്തെ പറ്റിയൊക്കെ പറഞ്ഞു തരുമ്പോൾ ദൈവമക്കളെ, എത്ര വലിയ ആഴമേറിയ ഒരു ദൈവാനുഭവത്തിലേക്ക് അവിടുന്ന് വിളിക്കുന്നത്. അവൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തോന്നാത്ത രീതിയിൽ അവൻ്റെ സ്നേഹത്തിൽ ആഴപ്പെടുന്ന ഒരു അനുഭവം പുത്രൻ തമ്പുരാൻ ഉണ്ടായിരുന്നത് പോലെ ഈശോയുമായിട്ടുള്ള ഒരു ആഴമേറിയ സ്നേഹബന്ധത്തിലേക്ക് അവിടുന്ന് വിളിക്കുക. ദൈവമക്കൾ എഴുന്നേറ്റ് ഇരുകരങ്ങളും അത് ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച്, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, ഒരു പുതിയ കൃപയ്ക്ക് വേണ്ടി കർത്താവ് ആണെന്ന് പറയുമ്പോ കർത്താവ് ഞങ്ങളെ നീ വിളിക്കുന്ന വഴിയാണല്ലോ, ഞങ്ങളുടെ ദൈവവിളിയാണല്ലോ. ആത്മീയ അലച്ചിലുകൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആത്മീയ മരുഭൂമികളിലൂടെ നടക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആടുകളെ തേടി ഇറങ്ങി കണ്ടെത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുത്തൻ അഭിഷേകം മക്കൾക്ക് നൽകണമേ. കുടുംബങ്ങളെ രക്ഷിക്കണമേ കർത്താവെ. നഷ്ടപ്പെട്ടു പോയ കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ